കമ്പനി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം. പക്ഷെ എങ്ങനെ? ആര് പോകും? ആര് സംസാരിക്കും? അവരറിയാതെ അവരിലൊരാളായി മാറാൻ പറ്റുന്ന ഒരാളായിരിക്കണം. നാവുകളുടെ യുദ്ധം ചെയ്യിക്കാൻ കഴിയുന്ന ഒരുത്തനായിരിക്കണം. ദുരന്തങ്ങൾ പോലും ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന ഒരുത്തനായിരിക്കണം. ഇങ്ങനെയുള്ള ഒരാളെ എവിടെ കിട്ടാനാ? പല പേരുകളും ആ മുറിയിലേക്ക് വന്നു. ഭടന്മാർ, നയതന്ത്രന്മാർ, കപ്പിത്താന്മാർ, പലതും വായുവിൽ മുങ്ങിപ്പോയി. ഒടുവിൽ ഒരു പേര് മാത്രം ബാക്കിയായി. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. രാജ്യത്തിന് വേണ്ടി നീ ഒരു ജോലി ചെയ്യണം. നമ്മൾ ഒരാനയെ തളയ്ക്കാൻ പോവുകയാണ്. അതിന്റെ ആദ്യ കൊടുക്ക് നീ വേണമിടുവാൻ. അയാൾ കപ്പൽ കയറി. ആ കൊട്ടാരത്തിന്റെ വലിപ്പം കണ്ട് ഹോക്കിൻസ് ഒരു നിമിഷം നിന്നു. ഇന്ത്യ ദരിദ്രമാണെന്ന് ഇംഗ്ലണ്ടിൽ പലരും പറഞ്ഞു കേട്ടത് അയാൾ ഓർത്തു. ജഹാംഗീർ അദ്ദേഹത്തെ സ്വീകരിച്ചു. കൊട്ടാരത്തിൽ തങ്ങുവാൻ ഹോക്കിൻസിന് ക്ഷണവും ലഭിച്ചു. ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി. ഹോക്കിൻസ് ജഹാംഗീറിനെ തന്റെ വലയ്ക്കുള്ളിലാക്കി. ജഹാംഗീർ അദ്ദേഹത്തോട് സംസാരിച്ചു, ചിരിച്ചു, ഒപ്പമിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ജഹാംഗീറിന് ഹോക്കിൻസിനെ പൂർണ്ണമായും ബോധിച്ചു. അങ്ങനെ തന്റെ ആവശ്യം അയാൾ ഒരു ദിവസം ജഹാംഗീറിനെ അറിയിച്ചു. 2 ദിവസത്തിനുള്ളിൽ തന്നെ ജഹാംഗീർ ഒരു കത്ത് ഹോക്കിൻസിന് നൽകി. ഇത്ര പെട്ടെന്നുള്ള അനുമതി ഹോക്കിൻസ് പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു. സന്തോഷം അയാളുടെ ശരീരം മുഴുവനും പടർന്നു. തന്റെ ദൗത്യം വിജയിച്ചതിന്റെ അഭിമാനം അയാളുടെ ശിരസിലും കയറി. ഉടൻ തന്നെ കത്തുമായി അയാൾ മുറിയിലേക്ക് കുതിച്ചു. കത്ത് നേരിട്ട് ബ്രിട്ടനിലേക്ക് അയക്കാം എന്നയാൾ കരുതി. പക്ഷെ പെട്ടെന്നാണ് ഹോക്കിൻസ് ഒന്ന് നിന്നത്. ജഹാംഗീർ ചിരിച്ചുകൊണ്ടാണ് കത്ത് നൽകിയതെന്നത് ശരിയാണ്. പക്ഷേ ജഹാംഗീറിന്റെ ചിരിക്കാത്ത മുഖം താൻ കണ്ടിട്ടുണ്ടോ? ശത്രുക്കളോട് പോലും അയാൾ ചിരിച്ചാണ് സംസാരിക്കുന്നത്. എന്തോ ഒരു അസ്വാഭാവികത ഹോക്കിൻസ് മണത്തു. ഉടൻ തന്നെ അയാൾ കത്ത് തർജിമ ചെയ്യാൻ ആളെ വിളിച്ചു. കത്തിലെ ഉള്ളടക്കം ഹോക്കിൻസിനെ ഞെട്ടിച്ചു. കത്തയാളെ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. തന്റെ ആ സംശയം ശരിയായിരുന്നു. തന്റെ അഭ്യർത്ഥന ചിരിച്ചുകൊണ്ട് അയാൾ നിരസിച്ചിരിക്കുന്നു. അതിന്റെ കാരണം എത്ര ആലോചിച്ചിട്ടും ഹോക്കിൻസിന് മനസ്സിലായില്ല. അയാൾ മനസ്സ് മടുത്തുകൊണ്ട് ബ്രിട്ടനിലേക്ക് തിരിച്ചു. നമ്മൾ കച്ചവടം ചെയ്ത നഷ്ടം സംഭവിക്കുന്ന ആരോ അവിടെയുണ്ട്. അവർക്ക് വേണ്ടിയാവണം അയാളത് ചെയ്യുന്നത്. അതാരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, സ്ഥലം വേറെ നോക്കുക. അങ്ങനെ അവരുടെ ആ ചർച്ച അവിടെ അവസാനിച്ചു. ഇന്ത്യയിലെ മറ്റൊരു സ്ഥലം അവർ അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ എത്ര തിരഞ്ഞിട്ടും സൂറത്ത് പോലെ എല്ലാം തികഞ്ഞ ഒരു സ്ഥലം അവർക്ക് ലഭിച്ചില്ല. തുടക്കം വയ്ക്കാൻ അതിലും നല്ല സ്ഥലമില്ലായിരുന്നു. ഉടൻ തന്നെ നേതാക്കൾ എല്ലാവരും ഒത്തുകൂടി. പോർച്ചുഗീസ് സൂറത്തിലുള്ളതാണ് നമ്മുടെ പ്രശ്നം. അല്ല, ജഹാംഗീർ അവരെ പിന്തുണയ്ക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ടാണ് ജഹാംഗീർ അവരെ പിന്തുണയ്ക്കുന്നത്? അതായത് എന്ത് കണ്ടിട്ടായിരിക്കും ജഹാംഗീർ പോർച്ചുഗീസുകാരെ പിന്തുണയ്ക്കുന്നത്? കച്ചവട ലാഭം, സൈനിക ശക്തി. അതെ, അത് തന്നെ. അപ്പൊ ഈ രണ്ടും നമുക്ക് കൊടുക്കാൻ പറ്റിയ ജഹാംഗീർ നമ്മുടെ ഒപ്പം നിൽക്കില്ലേ? പക്ഷേ ഇതെങ്ങനെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അത് ചെയ്തു തന്നെ കാണിക്കണം. കച്ചവട ലാഭം നമുക്ക് കച്ചവടം ചെയ്ത് കാണിക്കാം. പക്ഷെ സൈനിക ശക്തി എങ്ങനെ കാണിക്കാനാണ്? അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ സൈന്യം പോർച്ചുഗീസ് സൈന്യത്തിനെതിരെ സൂറത്തിൽ യുദ്ധം ആരംഭിച്ചു. കുറച്ചാഴ്ചയ്ക്കുള്ളിൽ തന്നെ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തി. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജഹാംഗീറിന് ഈസ്റ്റ് ഇന്ത്യയുടെ ശക്തി ബോധ്യമായി. അങ്ങനെ ഒടുവിൽ ഈസ്റ്റ് ഇന്ത്യയുടെ ആദ്യ ഫാക്ടറി ഇന്ത്യയിൽ ഉയർന്നു. പിന്നീട് മസൂലിപട്ടണം, ആഗ്ര, അഹമ്മദാബാദ്, ബാലേശ്വർ, ഹരിഹർപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ഫാക്ടറികൾ ഉദിച്ചു. ശേഷം തെക്കൻ ഇന്ത്യയിലും അവർ ഒരു ഭൂമി കണ്ടെത്തി, മദ്രാസ്.
അങ്ങനെ തങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഫാക്ടറികൾ അവർ ഇന്ത്യയിൽ പണിതു. അവരുടെ ലക്ഷ്യം പൂർത്തിയായി. ഇനി പുതിയ സ്ഥലങ്ങൾ തിരയേണ്ട എന്നവർ തീരുമാനിച്ചു. യൂറോപ്പിൽ സ്പെയിനും പോർച്ചുഗീസും തമ്മിലുള്ള യുദ്ധങ്ങൾ കൊടുമുടിയിലെത്തി നിൽക്കുന്ന സമയമായിരുന്നു അത്. പോർച്ചുഗീസിന് ശക്തമായ ഒരു സൈനിക ബലം ആ സമയം ആവശ്യമായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സ്പെയിൻ തങ്ങളെ വേരോടെ പിഴുതെറിയുമെന്നവർക്ക് മനസ്സിലായി. രാജകുടുംബത്തിലെ എല്ലാവരും ചർച്ചയിൽ മുങ്ങി. പലരും പല അഭിപ്രായങ്ങളും നിരത്തി. ഒന്നും തന്നെ രാജാവായ ജോൺ 4 ബോധിക്കുന്നുണ്ടായിരുന്നില്ല. സഹായത്തിനായി ശക്തമായൊരു സൈനിക ശക്തി ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒന്നേ ഉള്ളൂ, ബ്രിട്ടൻ. പക്ഷേ സഹായം ചോദിച്ചാൽ 1-2 തവണയെ നമുക്ക് ചോദിക്കാൻ കഴിയും. അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? ഇവിടെ വേണ്ടത് ഒരു ബന്ധമാണ്. പോർച്ചുഗീസിനെ വീഴാതെ നിരന്തരം താങ്ങി നിർത്തുവാൻ കഴിയുന്ന ഒരു ബന്ധം. പക്ഷേ എങ്ങനെ പെട്ടെന്നൊരു ബന്ധം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും? ജോൺ 4 എല്ലാവരുടെയും കണ്ണുകളിലേക്ക് ഒന്ന് മാറി മാറി നോക്കി. കപ്പൽ മുങ്ങാതിരിക്കാൻ ചിലപ്പോൾ ഏറ്റവും വിലയേറിയ നിധി തന്നെ കടലിലേക്ക് എറിയേണ്ടി വരും. അങ്ങനെ ജോൺ 4 ആ കടുങ്കൈ ചെയ്തു. തന്റെ മകളെ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് 2 വിവാഹം ചെയ്തു കൊടുത്തു. ചാൾസ് 2 ആ വിവാഹത്തിന് സമ്മതിക്കാൻ ഒരു വലിയ കാരണമുണ്ടായിരുന്നു. സ്ത്രീധനമായി ലഭിക്കുന്നത് പോർച്ചുഗീസിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു നിധിയായിരുന്നു, ബോംബെ. വിവാഹം അതിവിപുലമായി തന്നെ നടന്നു. എന്നാൽ ചില കണക്ക് കൂട്ടലുകൾ ചാൾസ് 2 തെറ്റി. അയാൾ വിചാരിച്ചതുപോലെ ബോംബെ അത്ര എളുപ്പമായിരുന്നില്ല. ആ തുറമുഖം നിലനിർത്തണമെങ്കിൽ കപ്പലുകൾ വേണം, പട്ടാളം വേണം, പണം വേണം. ഇതെല്ലാമുള്ള കൂട്ടർക്ക് മാത്രമേ ഇത് എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ പറ്റൂ. അങ്ങനെ ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ ആ കാര്യം ചെയ്തു. ബോംബെ നിയന്ത്രിക്കാൻ മറ്റൊരു കൂട്ടരെ ഏൽപ്പിച്ചു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി.